ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റ് ഫണ്ട്സ് ആൻഡ് എന്താണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ കേസിൽ മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഇന്റർമീഡിയറീസ്. ആൻഡ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതായത് വിത്ത് ഇന്റർമീഡിയറീസ്. ത്രൂ ഇന്റർമീഡിയറീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ആർ മ്യൂച്വൽ ഫണ്ട് പ്ലാൻസ് ആർ ടു വേസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സെയിം അണ്ടർലൈങ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും. ആൻഡ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ബിഫോർ 2013 മുന്നേക്ക് എന്തായിരുന്നു, റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇന്റർമീഡിയറീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ 2013 ശേഷം എന്ത് വന്ന്, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സും കൂടി വന്നു. അതായത് നമുക്ക് ഇന്റർമീഡിയറീസ് ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു ഡിഫറൻസ് പറയുന്നത്, ആ ഒരു ഇന്റർമീഡിയറീസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ വരുന്ന സമയത്ത് അയാൾക്കുള്ള ഒരു ഫീസ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അതാണ് ഡയറക്റ്റും റെഗുലർ ഫണ്ട്സ് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡയറക്റ്റ് പ്ലാൻസ് ആർ പർച്ചേസ് ഡയറക്ട്ലി ഫ്രം ദ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ AMC എന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഡയറക്റ്റ് പ്ലാൻസിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ടിപ്പിക്കലി ഹാവ് ലോവർ എക്സ്പെൻസസ് റേഷ്യോ. എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. കാരണം നമുക്ക് അവിടെ എന്ത് വരുന്നില്ല, ഒരു ബ്രോക്കറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫീസ് വരുന്നില്ല. ആൻഡ് വൈൽ റെഗുലർ പ്ലാൻസ് ആർ പർച്ചേസ്ഡ് ടു ഇന്റർമീഡിയറീസ് ലൈക്ക് ബ്രോക്കേഴ്സ് ഓർ അഡ്വൈസേഴ്സ് ആൻഡ് ഹാവ് ഹയർ എക്സ്പെൻസസ് റേഷ്യോ. റെഗുലർ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ത്രൂ ഇന്റർമീഡിയറീസ്, നമ്മളൊരു ഇന്റർമീഡിയറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മ്യൂച്വൽ ഫണ്ട്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, ആ ഒരു ബ്രോക്കർക്ക് അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസർക്കുള്ള ഫീസ് നമുക്ക് എക്സ്പെൻസസ് റേഷ്യോ ആയിട്ട് ഫീസ് നമുക്ക് കൂടുന്നുണ്ട്. നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസസ് ആണത്. ഓക്കെ, ഫീസിന്റെ കേസിൽ ഡയറക്റ്റ് പ്ലാൻ ആണെങ്കിൽ ഡയറക്റ്റ് പ്ലാൻ ഹാവ് എ ലോവർ എക്സ്പെൻസസ് റേഷ്യോ ബിക്കോസ് there are no fees paid to broker. ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാണ്. സോ അവിടെ ബ്രോക്കർക്കുള്ള ഫീസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് റെഗുലർ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഇന്റർമീഡിയറിനെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹയർ എക്സ്പെൻസസ് റേഷ്യോ ബിക്കോസ് ഓഫ് ഫീസ് പേ ടു ദാറ്റ് ബ്രോക്കർ. ആ ഒരു ബ്രോക്കർക്ക് നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും. സോ നമ്മുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് റെഗുലർ പ്ലാനിൽ കൂടും. ഓക്കെ, റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്മീഷൻ ഇൻക്രീസിംഗ് ദർ എക്സ്പെൻസസ് റേഷ്യോ വെയറാസ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എക്സ്ക്ലൂഡ്സ് ദിസ് ഫീസ്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തില്ല, ആ ഒരു ബ്രോക്കറേജ് അല്ലെങ്കിൽ ആ ഒരു ഫീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റിട്ടേൺസിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്യൂട്ടബിലിറ്റി നോക്കാം. ഡയറക്റ്റ് പ്ലാൻസ് ഇറ്റ് മേ ബി ഗുഡ് ചോയ്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹൂ ഹാവ് നോളജ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആൻഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ഫിനാൻസ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാൾക്കാണ് എന്ത് ബെറ്റർ ആയിട്ടുള്ളൂ, ഡയറക്റ്റ് പ്ലാന് ബെറ്റർ ആയിട്ടുള്ളൂ. അതായത് നമ്മളൊരു ഇന്റർമീഡിയറിനെ വെക്കുന്നത് ആ ഒരു മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസസുകൾ, റിസർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിൽ അഡ്വൈസിന്റെ ആവശ്യമില്ലെങ്കിൽ, അതായത് നമുക്ക് ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഫുൾ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ബെസ്റ്റ് ആയിട്ടുള്ളത്, ഡയറക്റ്റ് പ്ലാന് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യാം, റെഗുലർ പ്ലാൻസ് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ബ്രോക്കറേജ് ഫീസ് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then direct plan it may be good choice for investors who have knowledge in capital markets and have an interest in finance. And regular plans suitable for investors who need guidance വേണ്ട ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന് റെഗുലർ പ്ലാൻസ് ആണ് ബെറ്റർ. അതായത് ഒരു ഇന്റർമീഡിയറീസിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്റർമീഡിയറീസിന് ഒരു ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു അസറ്റ്സിനെ, മ്യൂച്വൽ ഫണ്ട്സിലുള്ള അസറ്റ്സിനെ പ്രോപ്പറായിട്ട് അയാൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്ട്ലി ഓഫേർഡ് ബൈ ഫണ്ട് ഹൗസസ്. നമ്മൾ ആ ഒരു ഫണ്ട് ഹൗസിൽ നിന്ന് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാണ് വിത്തൗട്ട് ഇന്റർമീഡിയറീസ്. ആൻഡ് നോ ഇൻവോൾവ്മെന്റ് ഓഫ് തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി, ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ബ്രോക്കർ, ഒരു ഏജന്റ് ഒന്നും ഇവിടെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ വരുന്നില്ല. സോ ദർ ഈസ് നോ തേർഡ് പാർട്ടി. നമ്മൾ ഡയറക്ട്ലി AMCന്ന്, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആവുന്നത്. ദറ്റ് നോ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. ആ ഒരു ഇന്റർമീഡിയറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അയാൾക്ക് ഒരു
കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഹാവ് ലോ എക്സ്പെൻസസ് റേഷ്യോ, കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് കൂടുതൽ റിട്ടേൺസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എക്സ്പെൻസസ് കുറയുമ്പോൾ. ദെൻ ഹാവ് ഹൈ NAV. NAV എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ് അസറ്റ് വാല്യൂ. അവിടെ നമ്മുടെ വാല്യൂ ഓഫ് ദ അസറ്റ്സ് കൂടുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ലയബിലിറ്റി എക്സ്പെൻസസ് റേഷ്യോ നമുക്ക് ഈ ബ്രോക്കറേജ് കോസ്റ്റ് കുറവാകുന്നില്ല. സോ നമുക്ക് ഈ ബ്രോക്കറേജ് കോസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ NAV വാല്യൂ എന്നുള്ളത് ഹൈ ആയിരിക്കും. ആൻഡ് റിട്ടേൺ ഈസ് ഹയർ ഡ്യൂ ടു ലോവർ എക്സ്പെൻസസ് റേഷ്യോ. നമ്മുടെ റിട്ടേൺ കൂടാൻ കാരണം ലോവർ എക്സ്പെൻസസ് റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്, അതാണ് NAV എന്ന് പറയുന്നത്. സോ ഇവിടെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബ്രോക്കറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ലയബിലിറ്റി കുറവാണ്. അത് നമ്മുടെ റിട്ടേൺ അല്ലെങ്കിൽ NAV എന്നുള്ളത് ഹയർ ആയിട്ട് നിൽക്കും. ദെൻ റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് എ ഇന്റർമീഡിയറി. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ത്രൂ എ ഇന്റർമീഡിയറി ആണ്. ആ ഒരു ഇന്റർമീഡിയറി നമുക്ക് ഗൈഡൻസ്, അഡ്വൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്റർമീഡിയറീസ് ക്യാൻ ബി ബ്രോക്കേഴ്സ്, അഡ്വൈസേഴ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ ഇന്റർമീഡിയറ്റ്സ് പറയുമ്പോൾ ബ്രോക്കേഴ്സ് ആവാം, അഡ്വൈസേഴ്സ് ആവാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം. ഓക്കെ, ആൻഡ് എ കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഇസ് പെയ്ഡ്. നമ്മൾ ആ ഒരു ഇന്റർമീഡിയറിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് പേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈ എക്സ്പെൻസസ് റേഷ്യോ ആസ് ദേ ആർ കമ്മീഷൻ ടു പേ. നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ആൻഡ് ലോ NAV. നെറ്റ് അസറ്റ് വാല്യൂ. നെറ്റ് അസറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും, കാരണം നമുക്ക് ആ ഒരു ബ്രോക്കറേജ് കോസ്റ്റ് നഷ്ടപ്പെടുന്നുണ്ട്. ദെൻ റിട്ടേൺ ഈസ് ലോവർ ഡ്യൂ ടു ഹയർ എക്സ്പെൻസസ് റേഷ്യോ. നമ്മുടെ എക്സ്പെൻസസ് റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഏത് ഓപ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു സ്യൂട്ടബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ബെസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ സ്കീംസിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു അനാലിസിസ് ചെയ്യാനൊക്കെ അറിയുന്ന നോളജ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അല്ല ഒരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊന്നും അത്ര നോളജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.